ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1626. ഇന്ന് ജൂൺ മാസം 13-ാം തീയതി 165-ാമത്തെ ദിവസത്തിലെത്തി. എത്ര ആളുകൾക്ക് അറിയാം, ക്രിസ്തുയേശു ഇങ്ങനെയൊന്ന് പറഞ്ഞ് നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത പ്രചോദനം കൈമാറിയിട്ടുണ്ട്. അന്യരെ കരുതാൻ വേണ്ടിയാണ്. അന്യർക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാരുണ്യ പ്രവൃത്തികൾ മനസ്സോടുകൂടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രോത്സാഹനവും പ്രചോദനവുമൊക്കെ. അറിയുന്നേയില്ല, കാണുന്നില്ല, വായിക്കുന്നില്ല, നിർവഹിക്കുന്നില്ല. അങ്ങനെ കൽപ്പനകള് മനസ്സിലാക്കാതെയും പാലിക്കാതെയും പോകുന്ന ഭക്തരായിട്ടും അനുയായികളായിട്ടും നമ്മൾ എത്ര പണ്ടേ മാറിക്കഴിഞ്ഞു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാന ഭാഗം, ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ പ്രതിഫലം കിട്ടുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുക, എന്നാല് കൃത്യമായി എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്ന ഉടയവൻ അതിന് പ്രതിഫലം തരുമെന്നുള്ളതും അത് കൈപ്പറ്റാൻ ആവുമെന്നുള്ളതും മിക്കവാറും മനുഷ്യരുടെ സൽക്കർമ്മങ്ങളിലൂടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയൊക്കെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പറഞ്ഞു വരുന്നത് മനസ്സോടുകൂടി മറ്റു മനുഷ്യരെ കരുതാനായിട്ട്, നമ്മളുടെ വിഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നീക്കിവെക്കാനായിട്ട് നമുക്കിനി എന്നാ മനസ്സാവുക? ഈ വിഭവങ്ങളൊക്കെ ശേഖരിച്ച സമ്പാദ്യങ്ങളൊക്കെ അവിടെ തന്നെ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതെപ്പോഴോ നമ്മൾ മറന്നെന്നല്ല, ഒരിക്കൽ പോലും ഓർക്കാറില്ലെന്നുള്ളതാണ്. ഇനിയൊരു മറുവശമുണ്ട് കേട്ടോ. ഈ ചെറിയ ചെറിയ വിഭവങ്ങളായാലും അത് കൈപ്പറ്റുന്ന മനുഷ്യരെ, അത് തന്നവരെ നന്ദിയോടെ ഓർക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊരു വശം കൂടിയുണ്ട്. ആ പ്രാർത്ഥനയിലോടുകൂടിയല്ലേ ആ തന്നവർക്ക് കൂടുതൽ ദൈവത്തിന്റെ കാരുണ്യം ലഭിക്കുക. നമ്മൾ അതിന് മെനക്കെടാറുണ്ട്. പലതും കിട്ടുമ്പോ, കൈനീട്ടി വാങ്ങുമ്പോ ഇതെല്ലാം എന്റെ അവകാശമാണെന്നുള്ള ഒരു തോന്നലിലാണ്. വളരെ കഷ്ടമാണല്ലേ. അപ്പോൾ കൊടുക്കുന്ന ആളും കിട്ടുന്നയാളുമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൊടുക്കാനായിട്ടും എന്നെ ദൈവം പാകപ്പെടുത്തിയല്ലോ, അതിന് തക്ക വിഭവങ്ങളൊക്കെ എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചുവല്ലോ. മാത്രമല്ല, വാങ്ങാനായിട്ട് ആരെങ്കിലുമൊക്കെ എന്റെ അടുത്തേക്ക് അയച്ചുവല്ലോ. വാങ്ങുന്നവരും എന്തുമാത്രം വിനയപൂർവ്വം ദൈവസന്നിധിയിൽ നന്ദി പറയണം. ഒപ്പം തന്നവർക്ക് വേണ്ടി ആയുഷ്കാലം പ്രാർത്ഥിക്കണം. അവിടെയാണ് ശരിക്കും കാരുണ്യം അതിന്റെ ഫലം അണിയുന്നത്. സൽക്കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ് ഏറ്റവും അധികം ഫലമണിയാൻ പോകുന്നത്. അപ്രകാരം ഒരു കൊടുക്കൽ വാങ്ങലുകള് അനുയായികൾക്കിടയിൽ നടക്കണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയട്ടെ. ഒപ്പം വാങ്ങുന്നവരെക്കാളും കൊടുക്കുവാൻ മനസ്സ് വെക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.